തുടർച്ചയായ രണ്ടാം ദിവസമാണ് തിരുവനന്തപുരത്ത് ടിപ്പർ അപകടം ഉണ്ടാകുന്നത്. ടിപ്പർ അപകടത്തിൽ ഒരു ബൈക്ക് യാത്രികൻ മരിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് സാർ നമുക്ക് ചേരുകയാണ്. സാറേ, എന്താണ് ശരിക്കും സംഭവിച്ചത്? സാർ കണ്ടിരുന്നു ഈ സംഭവം അപകടം? ഇല്ല, ഞാനത് വീഡിയോ ജസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ അവിടുന്ന് സിഗ്നലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളല്ലേ, ഒരുമിച്ച് ഇതുപോലെ വന്ന സമയത്തുണ്ടായ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാം ഇത് സംഭവിച്ചിട്ടുള്ളത്. ആ സിഗ്നലിൽ നിന്ന് നിർത്തിയിട്ട് എടുത്ത് ഒരു 50 മീറ്റർ പോലും ആയിട്ടില്ല. അപ്പോൾ ഇത് ആ ഗ്രൂപ്പായിട്ട് വണ്ടി വന്ന സമയത്തുണ്ടായ ആ ഞെരുക്കത്തിനിടയിലായിരിക്കാം ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും അത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. വേഗത ഉണ്ടോ അതോ അശ്രദ്ധയായിട്ടുള്ള ഡ്രൈവിംഗ് ആണോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഇങ്ങനൊരു ടിപ്പർ അപകടം, 2 മരണമുണ്ടാകുന്നു. ഈ ടിപ്പറുകൾ യാതൊരു സമയവും പാലിക്കാതെ നിരത്തുകളിൽ ഇറങ്ങുന്നു, അമിത വേഗതയിൽ പോകുന്നു. അതൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. തുടർച്ചയായി രണ്ടാം ദിവസം മരണം കൂടി സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ പറ്റുക? ടിപ്പറുകൾക്കെതിരെയുള്ള ശക്തമായ നടപടികൾ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഭാഗത്തും കൺസേൺ സ്റ്റേഷന്റെ ഭാഗത്തുനിന്നുണ്ട്. ടിപ്പറുകൾ അമിത വേഗതയിൽ ഓടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ആ പാറയുടെ സംഭവം തന്നെ മൂടിക്കെട്ടാതെ വരുന്ന നടപടികൾ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റുകൾ ട്രാഫിക്കിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ഈ ടിപ്പറുകളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യതയാണ് റോഡുകളിൽ നിന്ന് ഈ പൊതുഗതാഗതത്തിലൂടെ പോകുമ്പോൾ. തീർച്ചയായിട്ടും കാര്യം വലിയ വാഹനങ്ങളാകുമ്പോൾ അവർക്ക് പുറകിൽ വരുന്ന വാഹനങ്ങളുടെ വിഷൻസ് മിക്കവാറും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവരുടെ അമിത വേഗം, പെട്ടെന്ന് ഈ സാധനങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാനുള്ള ആ വ്യഗ്രത, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്.